ബീഹാറിൽ എൻഡിഎ സർക്കാർ ഞായറാഴ്ച സത്യപ്രതിജ്ഞ ചെയ്തേക്കും. മുഖ്യമന്ത്രി സ്ഥാനത്ത് നിതീഷ് കുമാർ തന്നെയാണ് വീണ്ടും എത്തുന്നത്. സുശീൽകുമാർ മോദി ഉപമുഖ്യമന്ത്രിയാകുമെന്നും സൂചനയുണ്ട്. അതേസമയം ബീഹാറിൽ ബിജെപി എക്സിക്യൂട്ടീവ് യോഗം ചേരാൻ തീരുമാനം. നാളെയും മറ്റന്നാളുമായിട്ടാണ് യോഗം. ഞായറാഴ്ച എൻഡിഎ സർക്കാർ ബീഹാറിൽ വീണ്ടും ഭരണത്തിലേറും. നിതീഷ് കുമാർ തന്നെയാകും മുഖ്യമന്ത്രി. ബിജെപിക്ക് 2 ഉപമുഖ്യമന്ത്രി സ്ഥാനമുണ്ടാകും. 28-ന് നടത്താനിരുന്ന എല്ലാ പൊതുപരിപാടികളും നിതീഷ് കുമാർ റദ്ദാക്കി. മുഴുവൻ JDU MLA-മാരോടും പട്നയിലെത്താൻ നിതീഷ് നിർദ്ദേശിച്ചു. സംസ്ഥാനത്തെ രാഷ്ട്രീയ സാഹചര്യം വിലയിരുത്താൻ BJP സംസ്ഥാന സമിതി നാളെ പട്നയിൽ ചേരും. BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ സാമ്രാട് ചൌധരിയെയും കേന്ദ്രമന്ത്രി അശ്വിനി കുമാർ ചൌബെയെയും BJPയുടെ ദേശീയ നേതൃത്വം ഡൽഹിക്ക് വിളിപ്പിച്ചു. അതേസമയം അനുരഞ്ജന നീക്കത്തിനായി കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം നടത്തിയ ശ്രമങ്ങളെല്ലാം പാളി. സോണിയയുമായി ഫോണിൽ സംസാരിക്കാൻ നിതീഷ് കുമാർ തയ്യാറായില്ല. ഇന്ത്യ മുന്നണിയുടെ സ്ഥാപക നേതാവ് കൂടിയാണ് നിതീഷ് കുമാർ. നിതീഷ് തന്നെ NDAയുടെ ഭാഗമാകുമ്പോൾ ഇന്ത്യ മുന്നണിയുടെ പതനം ഏതാണ്ട് പൂർത്തിയാവുകയാണ്. ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയും ഇന്ത്യ മുന്നണിയോട് സഹകരിക്കില്ല എന്ന് കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. ജനം, ഡൽഹി.